നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് മാസം 16-ാം തീയതി ശനിയാഴ്ച പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രം ഈ മാസം വീണ്ടും ആവർത്തിക്കുന്നതുകൊണ്ട് ഇന്ന് പിറന്നാളില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, വിദേശത്ത് വിദ്യാഭ്യാസം ഇവയൊക്കെ തരപ്പെടുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ദൂരയാത്ര കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. ഹൈ കോൺടാക്ട്സ് കൊണ്ട് ജോലി തരപ്പെടുവാനും വിദേശ യാത്രയ്ക്കുമൊക്കെ ഭാഗ്യമുള്ള ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. മിഥുനം രാശി. മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ശരീരത്തിന് അല്പം ക്ലേശം, ചെറിയ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ ഇവയൊക്കെ പ്രത്യേകിച്ച് പ്രായമായവർക്ക് കാണുന്നു. അതുകൊണ്ട് തന്നെ യാത്ര, രാത്രികാല സഞ്ചാരം ഇവ കഴിയുന്നതും കുറയ്ക്കുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. കർക്കിടകം രാശി. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് കാര്യമായി നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അവർക്ക് ജോലി, അവാർഡ് ഇവയൊക്കെ ലഭിക്കുവാനോ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുവാനോ ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പ്രശസ്തി, പണം, പുതിയ അവസരം ഇവ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് നേട്ടങ്ങൾ കാണുന്നു. പുതിയ അവസരങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അധിക പണച്ചെലവിനുള്ള സാധ്യതയേറെയാണ്. കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വീട്ടമ്മമാർക്ക് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ സമ്മാനമൊക്കെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ദൂരയാത്ര, ഉല്ലാസയാത്ര, തീർത്ഥാടനം ഇവയ്ക്കുള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. വിദേശയാത്ര, ദൂരദേശ യാത്രയ്ക്കുള്ള ഭാഗ്യമെന്ന ഗ്രഹസൂചനയിലുണ്ട്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പാർട്ട്നേഴ്സിനേക്ക് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. IT രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിദേശ ജോലിയൊക്കെ തരപ്പെടുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ആരോഗ്യപരമായി ചെറിയ പ്രയാസങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ദിവസമായതുകൊണ്ട് പ്രായമായവർ പ്രത്യേകിച്ചും യാത്ര കുറയ്ക്കുക, രാത്രികാല സഞ്ചാരവും കുറയ്ക്കുക. അധിക പണച്ചെലവിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുക. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. വൈകാരികമായി അല്പം ചെറിയ ടെൻഷൻസ് വരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. IT രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസും മെഡിക്കൽ പ്രൊഫഷണൽസിനും ഒക്കെ ചെറിയ പ്രയാസങ്ങൾ ജോലി സ്ഥലത്ത് വരുവാൻ സാധ്യതയേറെയുള്ള ദിവസമാണ്. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം. മകരം രാശി. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. യാത്ര, അലച്ചിൽ, പണച്ചെലവ് ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. സാലറി അരിയേഴ്സൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു വരുമാന മാർഗമെങ്കിലും തരപ്പെടുന്ന ഒരു ദിവസമാണ്. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. പൊതുവെ നേട്ടങ്ങൾ വന്നു ചേരുവാനും ഹൈ കോൺടാക്ട്സിലൂടെ നേട്ടങ്ങൾ ലഭിക്കുവാനും ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. ദൂരയാത്രയോ വിദേശത്ത് ജോലി തരപ്പെടുന്നതോ ആയിട്ടുള്ള ഒരു ദിവസവുമാണെന്ന് പ്രത്യേകിച്ചറിയാം. മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി.
കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. പുതിയ അവസരവും പ്രശസ്തിയും ലഭിക്കുവാനുള്ള യോഗമുണ്ട്. വിവാഹകാര്യങ്ങൾക്കും തരക്കേടില്ലാത്ത ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം.